വെൽക്കം ടു മൂവി ബ്രാൻഡ്. അടുത്തിടെയായി നിരവധി വിവാദങ്ങളിൽ പെട്ടിരിക്കുകയാണ് നടനും MLA-യുമായ മുകേഷ്. യുവതികളുടെ ലൈംഗിക പീഡന ആരോപണം വന്നതിന് പിന്നാലെ നിരവധി പേരാണ് വിമർശനവുമായി രംഗത്തെത്തിയിരുന്നത്. ഈ വേളയിൽ മുകേഷിന്റെ മുൻ ഭാര്യയായ നർത്തകിയും നടിയുമായ മേതിൽ ദേവിക പറഞ്ഞ വാക്കുകളാണ് വീണ്ടും വൈറലാവുന്നത്. 2 തവണ വിവാഹിതനായിട്ടുള്ള മുകേഷിന്റെ ആദ്യ ഭാര്യ നടിയായ സരിതയായിരുന്നു. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നതോടെ 2011 മുകേഷും സരിതയും വേർപിരിഞ്ഞു. സരിതയുമായി വേർപിരിഞ്ഞ് 2 വർഷങ്ങൾക്കു ശേഷമാണ് മേതിൽ ദേവികയും മുകേഷ് വിവാഹം ചെയ്തത്. എന്നാൽ ആ ബന്ധവും 2021 അവസാനിച്ചു. മുകേഷ് സംഗീത നാടക അക്കാദമി അധ്യക്ഷനായിരിക്കെ ദേവിക അക്കാദമി അംഗമായിരുന്നു. ഈ പരിചയമാണ് വിവാഹത്തിലെത്തിയതെന്നാണ് ഇരുവരുടെ വിവാഹ സമയത്ത് പ്രചരിച്ച കഥകൾ. ഇപ്പോഴത്തെ ആദ്യം പ്രണയം പറഞ്ഞത് മുകേഷ് ആയിരുന്നുവെന്നും അനിയത്തിയാണ് തന്നോട് ആദ്യം സംസാരിച്ചതെന്നും മേതിൽ ദേവിക മുൻപ് പറയുന്ന വാക്കുകളാണ് വീണ്ടും വൈറലാകുന്നത്. മുകേഷ് അവതരിപ്പിച്ചിരുന്ന കോമഡി ഷോയായ ബെഡായി ബംഗ്ലാവിൽ ഒരിക്കൽ അതിഥിയായി ദേവിക എത്തിയിരുന്നു. അന്നാണ് പ്രണയകഥ ഇരുവരും വെളിപ്പെടുത്തിയത്. ഇഷ്ടമാണെന്ന് ആദ്യം പറഞ്ഞത് മുകേഷ് ഏട്ടനാണ്. അദ്ദേഹം വൈകാതെ പ്രണയം പറയുമെന്നുള്ള സൂചനയൊന്നും എനിക്ക് കിട്ടിയിരുന്നില്ലെന്ന് പറഞ്ഞാണ് ദേവിക സംസാരിച്ചു തുടങ്ങിയത്. ഞങ്ങളൊരു പ്രോഗ്രാമിന് പോയപ്പോഴാണ് ദേവികയോട് ആ പ്രണയം ഞാൻ പറഞ്ഞത്. അന്ന് ഞാൻ വരുന്നത് കണ്ടപ്പോൾ ഗുഡ് മോർണിംഗ് പറയാൻ വരുന്നതാകുമെന്നാണ് ദേവിക കരുതിയത്. പക്ഷെ ഞാൻ നേരെ ചെന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞുവെന്ന് മുകേഷ് പറഞ്ഞപ്പോൾ ഇതൊക്കെ ചുമ്മാതെ പറയുന്നതാണെന്നായിരുന്നു ദേവികയുടെ പ്രതികരണം. ഇതിനിടയിൽ മുകേഷ് ദേവിക പ്രണയത്തിൽ തനിക്കുള്ള റോൾ രമേഷ് പിഷാരടിയും വെളിപ്പെടുത്തി. ഖത്തറിലെ പ്രോഗ്രാമിന് ചേട്ടനെ കൊണ്ടുപോയി ഇതാണ് മേതിൽ ദേവികയെന്ന് പരിചയപ്പെടുത്തി കൊടുത്തതെന്ന് താനാണെന്നും വന്ന വഴി മറക്കരുതെന്നുമാണ് മുകേഷിനോട് പിഷാരടി പറഞ്ഞത്. താൻ തിരിച്ച് ഇഷ്ടമാണെന്ന് പറയാൻ 1.5 വർഷത്തോളം എടുത്തുവെന്നും ദേവിക പറഞ്ഞു. മുകേഷ് ഏട്ടന്റെ അനിയത്തിയാണ് അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമാണെന്ന കാര്യം എന്നോട് ആദ്യം സംസാരിച്ചത്. അന്ന് എനിക്ക് വലിയ ഇഷ്ടമൊന്നും ആയിരുന്നില്ല. പക്ഷെ പിന്നീട് പ്രത്യക്ഷത്തിൽ ഞങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടെങ്കിൽ പോലും ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. പിന്നെ തമ്മിൽ ഭേദം എന്നതുമുണ്ടെന്നും ദേവിക പറഞ്ഞു. ദേവികയെ കാണുമ്പോൾ അധികം സംസാരമൊന്നും ഇല്ലെന്നും ഒറ്റ ഡയലോഗേ ഉള്ളൂ എന്നും അഭിപ്രായങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നതാണ് ആ ഡയലോഗെന്ന് മുകേഷും സരസമായി പറഞ്ഞു. അതേസമയം കഴിഞ്ഞ ദിവസം മുകേഷിനെതിരെ ആരോപണങ്ങളിൽ പ്രതികരണവുമായും രംഗത്തെത്തിയിരുന്നു മേതിൽ ദേവിക. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ ഞാൻ പറയുന്നില്ല. ഇപ്പോൾ വന്ന ആരോപണത്തിന്റെ സത്യം എനിക്കറിയാം. അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചതിൽ സന്തോഷമുണ്ട്. ഇപ്പോൾ വന്ന ആരോപണത്തിന്റെ ലക്ഷ്യം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. കോടതിയുണ്ടല്ലോ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഗൗരവം പോകരുത്. റിപ്പോർട്ട് വന്നതിന്റെ ഉദ്ദേശമുണ്ട്. നെയ്മിങ്ങും ഷെയ്മിങ്ങുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യവും വ്യാജവും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കോടതിയാണ് അവസാന വിധി. ഇന്ന് ആർക്ക് വേണമെങ്കിലും വീട്ടിലിരുന്ന് ആർക്കെതിരെയും ആരോപണം ഉന്നയിക്കാവുന്ന സമയമാണ്. ആരോപണത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ കുറ്റം ചെയ്തവർക്ക് ശിക്ഷ ലഭിക്കണം. ഇല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ശിക്ഷ ആരോപിക്കുന്ന ആൾക്ക് കൊടുക്കണം. അത് സ്ത്രീ ആയാലും പുരുഷനായാലും. ചുമ്മാ പറയുന്നത് അപകടകരമാണ്. വലിയൊരു ഉദ്ദേശശുദ്ധിയോടെ കൊണ്ട് വന്ന കാര്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അതിജീവിതമാറുണ്ട് ട്രോമയിലൂടെ കടന്നുപോയവർ. അവരെല്ലാം സംസാരിക്കുന്നതെങ്കിൽ ഇവർക്കെതിരെ നടപടി വേണമെന്നും മേതിൽ ദേവിക പറഞ്ഞിരുന്നു.